അയാള് വിളിച്ചിട്ടാ ആ വഴിക്ക് പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. വെറുതെ ആ 3 പേരോടൊപ്പം, അതും 2 പ്രാവശ്യം. വെറുതെ. ഞങ്ങളോട് ഇതുവരെ പറയാത്തത് അയാളോട് പറയാനല്ലേ ചെന്നത്? അല്ല, വെറുതെ പോയതാ. ഡോക്ടർ പണി കൂടാതെ നിനക്ക് വേറെ വല്ല പണിയുണ്ടോ? പറയടി, പറയാൻ പറയടി. നീ ആരാ? അവന്റെ വെപ്പാട്ടിയാ? അതെ, മോള് പറഞ്ഞ അച്ഛന് വിശ്വാസമാ. ഇതാരാ? അത് വിജീഷ അച്ഛാ. വിജീഷിന്റെ ഫോട്ടോ എങ്ങനെയാ മോളുടെ പക്കല് വന്നത്? അത് അച്ഛാ അവന്റെ ഹോൾ ടിക്കറ്റിൽ ഒട്ടിക്കാൻ തന്നതാ. പച്ചക്കള്ളം. പച്ചക്കള്ളമാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നീ ആഗ്രഹിക്കുന്നത് പോലെ പറഞ്ഞില്ലെങ്കിൽ അത് പച്ചക്കള്ളം. അതെങ്ങനെ ശരിയാവും? മനസ്സിലായില്ല. ഇവനെ ഇവളെയും കുറിച്ച് നീ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിൽ. അതെവള് സമ്മതിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ പച്ചക്കള്ളം അല്ലേ? എനിക്കേ എന്റെ മോളെ നല്ല വിശ്വാസം. വിശ്വാസനെ ഇവളെ ചീത്തയാക്കുന്നത് ഒരു അച്ഛനും മോൾ. അപ്പന്മാർക്ക് പാര വെക്കാൻ നടക്കുന്ന ജന്മങ്ങള്. മന്ത്രികുമാരനും ചെല്ലടോ സർ. അവർ അഡ്വക്കേറ്റ് സൂര്യനാരായണന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ചെന്ന് ബ്ലോക്ക് ചെയ്യണം. ഷുവർ സർ. ഇനി അഥവാ അവരെത്തിയിട്ടുണ്ടെങ്കിൽ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വരെ പൊക്കിയിരിക്കണം. ഒന്ന് ചെല്ലടോ. യെസ് സർ. ഞാൻ ഒരുത്തനേ ഉള്ളൂ. ഒറ്റയ്ക്ക് വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. ഇത് ഇഷ്യൂ ആക്കുന്നതിന് മുൻപ് ഇറങ്ങിക്കോ ഇവിടുന്ന്. ചെല്ല്, ഇതും കൂടി ചേർത്ത് ഇഷ്യൂ ആക്കിക്കോ. എന്ത് ശബ്ദം കേട്ടാലും ആരും പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാനിപ്പോ വരാം. ഇവിടെ നിന്നാ മതി. ആഭ്യന്തരമന്ത്രി രാവിലെ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. ശരി സാർ. ആർക്കാ അവിടെ ചാർജ്? ശ്യാമ. സർ. ബന്ധോസൊക്കെ ഭദ്രമായിരിക്കണം. സർ. രാജീവ് സാർ, അസമയമാ. കുട്ടികളെ വീട്ടിലേക്ക് എസ്കോർട്ടിനൊപ്പം വിട്ടാൽ മതി. ഷുവർ സർ. ആ കുട്ടിയുടെ രൂപം മനസ്സിൽ നിന്ന് മാറുന്നില്ല. 3-4 ദിവസം മുമ്പ് കൂടി വീട്ടിൽ വന്നതാ എന്റെ മകളോടൊപ്പം. ടൗണിൽ ആരോ ഇവനെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയണത്. തോന്നില്ല കേതുവാന്നയാള്. നാട്ടുകാരറിഞ്ഞതിന് ശേഷമാണോ ഞങ്ങൾ ഈ വിവരം അറിയേണ്ടത്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്ത് പറയാനാ? ഇവിടെ എന്താ സംഭവിച്ചത് നിർമ്മലേ? നീ അവളെ വഴക്കുവല്ലം പറഞ്ഞോ? അടിച്ചോ? നിർമ്മലയോടെ ഞാൻ ചോദിച്ചത്. ഒന്ന് വഴക്ക് പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഒന്ന് അടിച്ചിട്ടുണ്ടാവും. അത്രയല്ലേ ഉള്ളൂ. തിരിച്ച് നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കാൻ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ 2 ദിവസം കഴിയാൻ അവളും തീരുമാനിച്ചു കാണും. വെറുതെ പേടിപ്പിക്കാൻ. വിശ്വം, ഒരുപാടൊന്നും നിങ്ങളെ വിഷമിപ്പിക്കാനോ വിട്ടു നിൽക്കാനോ അവൾക്കാവില്ലടാ. അവള് വരും. വരണേ കേതുവിനെ ശരിപ്പെടുത്തണം. എന്നാ കൊണ്ടുപോയി കേതുവിനെ ശരിപ്പെടുത്ത്. ചെല്ല്. നിങ്ങൾ എല്ലാരും ഒന്ന് പോയേ, എനിക്ക് സംസാരിക്കാൻ. ഫ്രഷ് ആയല്ലോ. കമ്മീഷണർ സാർ എന്ത് പറഞ്ഞിട്ട് പോയി? ഇതെങ്ങനെ കണ്ണുരുട്ടി കാണിച്ചിട്ട് പോയി. വന്ന കൂട്ടത്തിലെ SI മാഡം കൂടെ ഉണ്ടാവുന്ന കരുതിയത്. എന്താ അവരുടെ പേര്? ശ്യാമ. ശ്യാമ. ആ പേര് ഓർമ്മയിലിരിക്കട്ടെ. എന്തെങ്കിലും സാക്ഷിക്കുട്ടി കിട്ടാതിരിക്കും ആ മാഡത്തെ. ഒന്ന് പിടിച്ചെടുക്കണ്ടേ? കഷ്ടം. 4 ഈ ചെയ്ത്തൊക്കെ ചെയ്തിട്ട് വെറുതെ വിട്ടുകളഞ്ഞല്ലോ അവളെ. ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യണ പീശാങ്കത്തി ഉണ്ടായിരുന്നില്ലേ? അതെടുത്ത് ഇങ്ങനെ ഒരു പോറിയിട്ട് എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ത് കേസായാലും ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ. പോറി സാർ.
പോറിയോ ഇവരോ? പക്ഷെ കൈകൊണ്ടായിരുന്നു. എന്നിട്ട് കഥയിൽ ആ സംഭവം ഇതുവരെ വന്നില്ലല്ലോ. അത് വരുന്നേ ഉള്ളൂ. പോരട്ടെ പോരട്ടെ, അതെപ്പോഴാ വരിക? കുറച്ചുകൂടി കഴിയണം. തീരെ ഗതികെട്ടപ്പോഴാ